ഹലോ, അസ്സലാമു അലൈക്കും. 2024 അലിഫ് അറബിക് ടാലൻറ്റ് ടെസ്റ്റ് LP ലെവൽ സബ് ജില്ലാതല മത്സരത്തിൽ വന്ന ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാലൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് ഇന്ന് തന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊക്കെ കിട്ടിയ മാർക്ക് എത്ര, ആർക്കൊക്കെയാണ് ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയത് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വതാവനു അലൽ ദേശ് വത്തഖ്വ. വതാവനു അലൽ ദേശ് വത്തഖ്വ. ഓപ്ഷൻസ് നോക്കാം. എ അൽ മാർ, ഓപ്ഷൻ ബി അൽ ബിർരി, ഓപ്ഷൻ സി അൽ ജാർ, ഓപ്ഷൻ ഡി അൽ ഹാർ. വതാവനു അലൽ ബിർരി വത്തഖ്വ എന്നാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് അൽ ബിർരി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സൗറഖ് ജമ് സവാരിഖ്. സൗറഖിൻ്റെ ബഹുവചനം സവാരിഖ്. ഖറിയ ജമ്, അങ്ങനെയെങ്കിൽ ഖറിയത്തിൻ്റെ ജമ് എന്താണ്? ഓപ്ഷൻ എ ഖറിയത്തൂൻ, ഓപ്ഷൻ ബി ഖറിയാത്ത്, ഓപ്ഷൻ സി ഖുറ, ഓപ്ഷൻ ഡി ഖുറത്ത്. ആൻസർ ഓപ്ഷൻ സി ആണ് ഖുറ. ഖറിയത്തുൻ ജമ് ഖുറ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വസീറുൻ ജദീദ് ഫി വിസാറത്തി കേരള ഡാഷ്. കേരള മന്ത്രിസഭയിലെ പുതിയ മന്ത്രി ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ രാധാകൃഷ്ണൻ, ഓപ്ഷൻ ബി അബ്ദുറഹ്മാൻ, ഓപ്ഷൻ സി ബിന്ദു, ഓപ്ഷൻ ഡി OR കേളു. ആൻസർ ഓപ്ഷൻ ഡി OR കേളു. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇസ്മു മജല്ല KATF. KATF പുറത്തിറക്കുന്ന മാസികയുടെ പേരാണ് ചോദിച്ചത്. ഓപ്ഷൻ എ അൽ ഇത്തിഹാദ്, ഓപ്ഷൻ ബി അദ്ദർസ്, ഓപ്ഷൻ സി അൽ മനാർ, ഓപ്ഷൻ ഡി അൽ മുഅല്ലിം. ആൻസർ ഓപ്ഷൻ എ ആണ് അൽ ഇത്തിഹാദ്. അഞ്ചാമത്തെ ചോദ്യം, റത്തിബ് അൽ ജുംല. ജുംല ശരിയാക്കി എഴുതാനാണ്. ആ വാക്കുകൾ ക്രമത്തിലല്ല ഉള്ളത്. വസ്വല, അൽ മഹത്വ, അൽ ഖിത്വാർ, ഇല. ഇതിനെ ഒരു ജുംലയാക്കി ക്രമീകരിച്ച് എഴുതാനാണ്. ഓപ്ഷൻസ് നോക്കാം. ഇല വസുലൽ മഹത്വ അൽ ഖിത്വാർ, ഓപ്ഷൻ ബി അൽ മഹത്വ ഇല വസുലൽ ഖിത്വാർ, ഓപ്ഷൻ സി വസുലൽ ഖിത്വാർ ഇലൽ മഹത്വ, ഓപ്ഷൻ ഡി വസുലൽ മഹത്വ ഇലൽ ഖിത്വാർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വസുലൽ ഖിത്വാറു ഇലൽ മഹത്വ. ആറാമത്തെ ചോദ്യം, മൻസിൽ മസ്കൻ. മൻസിലിൻ്റെ മുത്തറാദിഫാണ് മസ്കൻ. അങ്ങനെയെങ്കിൽ ഹാഫില എന്തായിരിക്കും മുത്തറാദിഫ് പകരം പദം? ഓപ്ഷൻ എ ബാസ്, ഓപ്ഷൻ ബി ഷാഹിന, ഓപ്ഷൻ സി സഫീന, ഓപ്ഷൻ ഡി ദർറാജ. ആൻസർ ഓപ്ഷൻ എ ബാസ്. ഹാഫില എന്ന് പറഞ്ഞാൽ ബസ്സാണ്. ഏഴാമത്തെ ചോദ്യം, തഖൗ മൂന്നാർ ഫി മുഖാത്വത്തി ഡാഷ്. മൂന്നാർ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ കോട്ടയം, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി എറണാകുളം, ഓപ്ഷൻ ഡി കണ്ണൂർ. ആൻസർ ഓപ്ഷൻ ബി ഇടുക്കി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, മാഹുവൽ ഹൈവാനുൽ വതുനിയിൽ ഹിന്ദ്. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഓപ്ഷൻ എ ഫീല്, ഓപ്ഷൻ ബി ബബർ, ഓപ്ഷൻ സി കൽബ്, ഓപ്ഷൻ ഡി സറാഫ. ആൻസർ ഓപ്ഷൻ ബി ബബർ. ബബർ എന്ന് പറഞ്ഞാൽ കടുവ. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ. ഒൻപതാമത്തെ ചോദ്യം, കം ഉലുവൻ ഫി ഫരീഖി ക്രിക്കറ്റ്. ക്രിക്കറ്റ് ടീമിൽ എത്ര അംഗങ്ങൾ ഉണ്ടാവും? ഓപ്ഷൻ എ 12, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 14, ഓപ്ഷൻ ഡി 11. ആൻസർ ഓപ്ഷൻ ഡി ആണ് 11. പത്താമത്തെ ചോദ്യം, കാന ഡേഷ് ത്വാലിബൻ നഷീതൻ. ഓപ്ഷൻ എ ലിയാന, ഓപ്ഷൻ ബി ലിയാനത്ത്, ഓപ്ഷൻ സി ലിയാനി, ഓപ്ഷൻ ഡി ലിയാനു.
കാന മുദക്കർ ആയതുകൊണ്ട് തന്നെ ശേഷം വരുന്ന ഇസ്മും മുദക്കർ ആയിരിക്കണം. അതുകൊണ്ട് ലിയാന കഴിഞ്ഞ് ഹാത്ത വന്നത് പറ്റില്ല. പിന്നെയോ കാനയുടെ അഹവാത്തിന് റഫ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലിയാനു. ഇസ്മിന് റഫും ഖബറിന് നെസ്ബു ആണ് കാന അഹ്വാത്ത് വന്നാൽ വരേണ്ടത്. അതുകൊണ്ട് തന്നെ കാനയുടെ ഇസ്മ് ലിയാൻ ആയതുകൊണ്ട് ലിയാനു എന്ന് പറയണം. ഖബർ ത്വാലിബാണ്, അതിന് നെസ്ബ് അവിടെ കൊടുത്തിട്ടുണ്ട്, ത്വാലിബൻ. ഇവിടെ 10ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ലിയാനു. 11ാമത്തെ ചോദ്യം മയീസ് അഷാദ്. ഓപ്ഷൻ എ ഹലീറ, ഓപ്ഷൻ ബി വിജാർ, ഓപ്ഷൻ സി ഫനസ്, ഓപ്ഷൻ ഡി ഉഷ്. ഇതിൽ കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? ഹലീറ എന്ന് പറഞ്ഞാൽ ബക്രയുടെ മസ്കൻ്റെ പേരാണ്. വിജാർ കൽബിൻ്റെ മസ്കനാണ്. ഉഷ് ഉറാബിൻ്റെ മസ്കനാണ്. അപ്പോൾ ഇവിടെ ഗ്രൂപ്പിൽ പെടാത്തത് ഓപ്ഷൻ സി ആണ്, ഫനസ്. 12ാമത്തെ ക്വസ്റ്റ്യൻ കബീർ ലിദ് സ്വഗീർ. കബീറിൻ്റെ വിപരീത പദമാണ് സ്വഗീർ. കബീർ വലുത്, സ്വഗീർ ചെറുത്. സ്വിദഖ് ലിദ് എന്താണ്? ഓപ്ഷൻ എ കുഫല്, ഓപ്ഷൻ ബി കദിബ്, ഓപ്ഷൻ സി കലിഖ്, ഓപ്ഷൻ ഡി ഓനിയെ. സ്വിദഖ് എന്ന് പറഞ്ഞാൽ സത്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്, സുദിക്കിൻ്റെ ലിദ്. ഓപ്ഷൻ ബി കദിബ്, കളവ്. 13ാമത്തെ ചോദ്യം നോക്കാം. അക്റബ് വിലായത്തൈനി മിൻ കേരള. കേരളത്തിൽ നിന്ന് അടുത്തുള്ള 2 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിൻ്റെ അടുത്ത് കിടക്കുന്ന 2 സംസ്ഥാനങ്ങൾ. ഓപ്ഷൻ എ കർണാടക തമിഴ്നാട്, ഓപ്ഷൻ ബി കർണാടക രാജസ്ഥാൻ, ഓപ്ഷൻ സി തമിഴ്നാട് ഗുജറാത്ത്, ഓപ്ഷൻ ഡി ആന്ധ്ര കർണാടക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കർണാടക തമിഴ്നാട്. 14ാമത്തെ ചോദ്യം ഐന തഖഉ ബവാബത്തുൽ ഹിന്ദ്. ക്വസ്റ്റ്യനിൽ ഹന്ത് എന്നാണ് ഉള്ളത്, ഹിന്ദാണ് വേണ്ടത്. ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ആഗ്ര, ഓപ്ഷൻ ബി ഹൈദരാബാദ്, ഓപ്ഷൻ സി കൽക്കത്ത, ഓപ്ഷൻ ഡി ഡൽഹി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡൽഹി. 15ാമത്തെ ചോദ്യം മൻ കതബ റിവായ ഹയാത്തു മായിസ്. ആടുജീവിതം എന്ന നോവൽ എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ പൃഥ്വിരാജ്, ഓപ്ഷൻ ബി നജീബ്, ഓപ്ഷൻ സി ബെന്യാമീൻ, ഓപ്ഷൻ ഡി ഹക്കീം. ആൻസർ ഓപ്ഷൻ സി ബെന്യാമീൻ. 16ാമത്തെ ചോദ്യം മത വെൻ. മത്തയുടെ മീനിങ് വെൻ, എപ്പോൾ. മൻ മീൻസ് എന്താണ്? ഓപ്ഷൻ എ ഭൂ, ഓപ്ഷൻ ബി വിച്ച്, ഓപ്ഷൻ സി വേർ, ഓപ്ഷൻ ഡി വാട്ട്. ആൻസർ ഓപ്ഷൻ എ ഹൂ. 17ാമത്തെ ക്വസ്റ്റ്യൻ ഡിസംബർ 18. ഡിസംബർ 18ൻ്റെ പ്രത്യേകത എന്താണ്? ഓപ്ഷൻ എ യൗമു ഹുഖൂഖുൽ ഔലാദ്, ഓപ്ഷൻ ബി യൗമുൽ ഖിറാഅ, ഓപ്ഷൻ സി യൗമുൽ ആലമി ലില്ലുഗത്തിൽ അറബിയ, ഓപ്ഷൻ ഡി യൗമുൽ ഇസ്തിഖ്ലാൽ. ഡിസംബർ 18ൻ്റെ പ്രത്യേകത ലോക അറബി ഭാഷാ ദിനമാണ്. ആൻസർ ഓപ്ഷൻ സി യൗമുൽ ആലമി ലില്ലുഗത്തിൽ അറബിയ. 18ാമത്തെ ക്വസ്റ്റ്യൻ ഇഖ്തർ അസ്വഹീഹ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായി എഴുതിയത് ഏതാണ്? ശരിയായി എഴുതിയത് ഓപ്ഷൻ ബി ആണ്, അൽ ഹുക്കൂമ. 19ാമത്തെ ചോദ്യം നവാൽ മുഹന്നി മഷ്ഹൂറുൻ ബി ഡാഷ്. നവാൽ മുഹന്നി പ്രശസ്തനായത് ഏതിലാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഖുതുബ പ്രസംഗം, ഓപ്ഷൻ ബി മസ്രഹിയ നാടകം, ഓപ്ഷൻ സി ഷേർ കവിത, ഓപ്ഷൻ ഡി കിസ്സ കഥ. ആൻസർ ഓപ്ഷൻ സി ആണ്, ഷേർ കവിത. കവിതാ മേഖലയിലാണ് നവാൽ മുഹന്നി
പ്രശസ്തനായി തീർന്നത്? 20ാമത്തെ ചോദ്യം, ആസിമത്തു കർണാടക, കർണാടകയുടെ തലസ്ഥാനം? ഓപ്ഷൻ എ ബാംഗ്ലൂർ, ഓപ്ഷൻ ബി കൂർഗ്, ഓപ്ഷൻ സി ന്യൂഡൽഹി, ഓപ്ഷൻ ഡി ചെന്നൈ. ആൻസർ ഓപ്ഷൻ എ ബാംഗ്ലൂർ. ഈ 20 ചോദ്യങ്ങളിൽ നിങ്ങൾ ഓരോരുത്തർക്കും കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.